ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 1513 സന്ദേശം. നീ പലപ്പോഴും എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, ഇത് എൻ്റെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തുന്നു. എന്നാൽ എൻ്റെ ശിഷ്യയെ നീ ക്രൂശിതനായ ഗുരുവിൻ്റെ ശിഷ്യയാണെന്ന് മറക്കരുത്. ആ ഒരു വാക്കു മാത്രം മതി, അത് മാത്രം നിനക്ക് മതി. കുരിശിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിനക്കറിയാം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുകയാണ്, നീ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നത് എൻ്റെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നീ ഓർമ്മിക്കണം, ഞാൻ ഗുരുവാണെങ്കിൽ, നീ എൻ്റെ ശിഷ്യയാണെങ്കിൽ, നീ ക്രൂശിതനായ ഗുരുവിൻ്റെ ശിഷ്യയാണ്. ആ ഒരു വാക്ക് മാത്രം മതി, കുരിശിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ക്രൂശിതനാണ്. നിന്നോട് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവാനായിട്ടാണ് ഞാൻ പറയുക. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ പൂർണ്ണമായിട്ട് മറക്കുക, നിന്നെ തന്നെ പൂർണ്ണമായിട്ട് പരിത്യജിക്കുക. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ, സ്നാപി യോഹന്നാൻ പറയുന്ന പോലെ, നീ കുറയുകയും ഞാൻ വളരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അതിനെയാണ് ക്രൂശിതനായ ഗുരുവിൻ്റെ ശിഷ്യയാണെന്ന് നീ ഓർമ്മിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഞാനാണ്. ഞാനല്ലാതെ മറ്റെല്ലാ അസ്തിത്വങ്ങളും നിന്നിൽ നിന്ന് മാറ്റപ്പെടണം. ഞാൻ മാത്രമായിട്ട് തീരുമ്പോൾ അത് ഞാൻ നിന്നെ അടക്കി ഭരിക്കുന്ന ഒരു ഏകാധിപതി ആയതുകൊണ്ടല്ല, മറിച്ച് ഞാനാണ് ജീവൻ, ഞാനാണ് വഴി, ഞാനാണ് സത്യം. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നീ ജീവൻ പ്രാപിക്കേണ്ടതിന്, നിനക്ക് നഷ്ടമായ ജീവൻ പ്രാപിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ദൈവത്തോടൊന്നായി ചേരേണ്ടതിന് നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നീ എൻ്റെ ശിഷ്യയാണെന്ന് ഓർമ്മിക്കുക. എൻ്റെ വഴികളിലൂടെ വരുന്നവർ, ഞാൻ നടന്ന അതേ വഴികളിലൂടെ നടക്കുന്നവർ ഗുരുവിനെ പോലെ ആയാൽ മതി. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. ശിഷ്യ ഗുരുവിനെ പോലെ ആയാൽ മതി. നിൻ്റെ സഹനങ്ങളും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, ദൈവഹിതപ്രകാരം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് എന്നിലേക്ക് നിന്നെ വളർത്തുകയാണ്. ദൈവഹിതത്തിൽ ആമേൻ പറയുമ്പോൾ നീ അല്ലാത്തതും ഞാനല്ലാത്തതും എല്ലാം നിന്നിൽ നിന്ന് മാറ്റപ്പെടട്ടെ. ഞാൻ മാത്രമായി തീരുമ്പോൾ നീ ഞാനും ഒന്നായി തീരുകയാണ് നിന്നിൽ. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, എനിക്ക് നിന്നിൽ ഒന്നാവണം, നീ മാത്രമായി തീരണം. വിശുദ്ധ സ്നാപി യോഹന്നാനെ പോലെ എനിക്ക് പറയണം, ഞാൻ കുറയുകയും നീ വളരുകയും വേണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.